ഹലോ ഗായ്സ്, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഗബ്രിയേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. തിരുനാൾ ദിവസം വൈകുന്നേരം 5:30 മണിക്കായിരുന്നു മീറ്റിംഗ് തുടങ്ങിയത്. മീറ്റിംഗ് നമുക്ക് വീടിൻ്റെ അകത്ത് വെച്ചാണ് കേട്ടോ നടന്നത്. കാരണം ചെറിയൊരു പ്രാർത്ഥനയും ചായ സൽഹാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ വാർഷിക സമയത്തൊക്കെ സ്വാഗതം പറയേണ്ട ഉത്തരവാദിത്തം നമ്മുടെ കുടുംബനാഥനും കുടുംബനാഥയ്ക്കുമാണ്. പക്ഷേ എൻ്റെ അപ്പക്ക് പറയാൻ മടിയായതുകൊണ്ട് അപ്പ നൈസായിട്ട് ഒഴിഞ്ഞു മാറിയിട്ടോ. മമ്മിയാണെങ്കിൽ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട് മമ്മിക്ക് റിപ്പോർട്ട് വായിക്കാനുള്ളതുകൊണ്ട് തന്നെ മമ്മിക്കും രണ്ടും കൂടെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മമ്മി. ചേച്ചിയാണെങ്കിൽ അവൾക്ക് പാടില്ലെന്ന് പറഞ്ഞിട്ട് അവളും നൈസായിട്ട് എസ്കേപ്പ് അടിച്ച്. ലാസ്റ്റ് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും പറഞ്ഞ് ലാസ്റ്റ് ഞാൻ സ്വാഗതം പറയാനായി. സ്വാഗതം നോക്കിയപ്പോൾ എന്താണ്, 2 പേപ്പറിൽ നിറച്ചുണ്ട്. സാധാരണ ചെറിയ സ്വാഗതം പോലെ അല്ലല്ല, നമ്മൾ വാർഷികം വെക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഗ്രാൻഡായി സ്വാഗതമാണ് പറയേണ്ടതല്ലോ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച്, എനിക്കാണെങ്കിൽ ടെൻഷനുമായി, കുറേ നാളായില്ലേ മൈക്ക് കയ്യിലെടുത്തിട്ട്. അങ്ങനെ ഈ ഒരു വായനയുടെ ടെൻഷനിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ചെന്ന് സ്വാഗതം പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടോ. അങ്ങനെ സ്വാഗതം എൻ്റെ ഡ്യൂട്ടി ഞാനും ചെയ്തു, റിപ്പോർട്ട് വായന മമ്മിയുടെ ഡ്യൂട്ടി മമ്മിയും ചെയ്തു. സമ്മേളനം കഴിഞ്ഞപ്പോഴേക്കും ഡാൻസ് കഴിഞ്ഞിട്ടായിരുന്നു ഭക്ഷണത്തിൻ്റെ പരിപാടിയിലേക്ക് പോയത്. അങ്ങനെ ഞാനും ചേച്ചിയും മമ്മിയും കൂടി ഒരു ഫ്യൂഷൻ ഡാൻസ് കളിച്ചായിരുന്നിട്ടാ. ഞങ്ങളിപ്പോൾ 3 വർഷമായിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കാറുണ്ട്. കെട്ടിച്ച് വിട്ട് പോയതാണെങ്കിലും നമ്മൾ അത്യാവശ്യം എല്ലാ വാർഷികത്തിനും ഡാൻസ് കളിക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ വാർഷികം വെക്കുമ്പോൾ പിന്നെ നമ്മൾ കളിച്ചില്ലെങ്കിൽ പിന്നെ ആര് കളിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് കളിച്ചു. പിന്നെ നമ്മുടെ പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ എല്ലാ പ്രാവശ്യവും ഡാൻസ് കളിക്കാറുണ്ട്. പണ്ടൊക്കെ ഞാനും ചേച്ചിയൊക്കെ ആയിരുന്നു ഇവരെ പഠിപ്പിച്ചു തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾ അന്ന് പഠിപ്പിച്ച് വിട്ട പിള്ളേരാണ് ഇപ്പോൾ വേറെ പിള്ളേർ പഠിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. കാരണം നമ്മൾ പഠിപ്പിച്ച പിള്ളേർ വേറെ പിള്ളേർ ഡാൻസ് പഠിപ്പിക്കണമെന്ന് കാണുമ്പോൾ നമുക്കതൊക്കെ സന്തോഷമുള്ള കാര്യമാണല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറുക്കന്മാർ, അവന്മാരാണെങ്കിൽ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേജ് തകർക്കാതെ അവരിറങ്ങൂല. അങ്ങനെ അവരുടെ ഒരു ഗ്യാങ് കഴിഞ്ഞപ്പോഴേക്കും അമ്മമാരും ഡാൻസ് കളിക്കാൻ കയറി. അതിലും മമ്മി ഉണ്ടായിരുന്നിട്ടാ. മമ്മിയും പിന്നെ കുറച്ച് ചേച്ചിമാരൊക്കെ കൂടി അവരും ഒരു ഫ്യൂഷൻ ഡാൻസ് കളിച്ചിറങ്ങിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴേക്കും എൻ്റെ പുത്രനോട് ഞാൻ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് പാട്ട് പാടിയാണ് കേട്ടോ കാണുന്നത്. പിന്നെ അന്നത്തെ ഫുഡ് എനിക്ക് രാത്രിത്തെ ഫുഡ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ ഈ വീട്ടുകാർ അവസാനം കഴിക്കാം എന്നുള്ള രീതിയിൽ നിന്നപ്പോഴേക്കും അവിടെ ഏകദേശം ഫുഡൊക്കെ തീർന്നു പോയി. അങ്ങനെ ഞാൻ ഉച്ചക്ക് കഴിച്ച വീഡിയോസ്